ഹായ് ഗായ്സ്, ആതിരനെ കൊണ്ട് നമുക്കിന്ന് മോൾ ഓഫ് ഫിഷിൽ പോവാം. ആതിര മോൾ ഓഫ് ഫിഷിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളിവിടെ എത്തി ഗൈസ്. മോൾ ഓഫ് ഫിഷിൽ തിരിച്ചു കാണിച്ചു കൊടുക്കും. ഇവിടെയൊക്കെ സ്റ്റോളുകളില്ലാത്ത ഒരേ ഒരു മോളായിരുന്നു. ഇതാണ് മോള്. ആ ഒരു മിനിറ്റ് ആൾക്കാർ ധരിക്കുമ്പോൾ ഈ കുട്ടി ഇതാണ് മോൾ ഓഫ് ഫിഷിന്റെ ഇൻസെൻസ്. ലൈക്ക് ആ ലക്ഷറി, അങ്ങനെ നമുക്ക് അഫോർഡ് ചെയ്ത് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന, ഐ മീൻ ഞങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പം ടെമ്പിൾ എന്തായാലും പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റൽ ഷോ ആണെന്നൊക്കെയാണ് അവർ പറയണത്. 3 സോൺ ഉണ്ട്, ഇങ്ങനെ കംപ്ലീറ്റ്ലി 360 ഡിഗ്രി ഇങ്ങനെ കുറേ ലൈറ്റും സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോവാം. ബുക്ക് മൈ ഷോയിലോ അല്ലെങ്കിൽ അവിടെയുള്ള സ്കാനറിലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 549 പെർ പേഴ്സൺ. ഞങ്ങൾക്ക് താല്പര്യമില്ല. ആൻഡ് അവിടത്തെ സ്പേസ് ആണത്, ഭയങ്കര ഒരു ഇതുണ്ട്. അതോ എല്ലാ കൊള്ളാം. മൊത്തം എനിക്ക് തോന്നുന്നു 3 ഫ്ലോറോ അങ്ങനെ എന്തോ ഉണ്ട്. ഏത് അല്ല, ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ 4 ഫ്ലോറും അങ്ങനെ എന്തോ. PVR 8 സ്ക്രീൻ എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. അറിയില്ല. സോ 8 അതിനേക്കാളും ഉണ്ട്. മോർ ദാൻ 10 ഉണ്ടെന്ന് തോന്നുന്നു സ്ക്രീൻ PVRന്. പിന്നെ കുറേ ബ്രാൻഡൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഞാൻ സിനിമ കാണാൻ മാത്രം ഇവിടെ വരാറ്. അല്ലാട്ടോ വന്നിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ മാക്സും ലൈഫ് സ്റ്റൈലും ഒക്കെ ഉണ്ട്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനം. പിന്നെ H&M ഉണ്ട്. H&M ഉണ്ട്, അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സാറയൊക്കെ ഉണ്ട്, അഫോർഡ് ചെയ്യാം. പക്ഷെ സാരയുടെ കളക്ഷൻസ് എനിക്ക് നമ്മളങ്ങനെ പെട്ടെന്ന് ഇട്ട് പോകുന്ന സാധനങ്ങളൊന്നും അല്ല. ചിലപ്പം ഇവിടുത്തെ ഒരു സ്റ്റൈലിങ്ങിന് പറ്റാണ്ടായിരിക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ സ്റ്റൈലിങ് അത്ര ഇല്ലാത്ത. ഇവിടെ അർമാനിയൊക്കെ. അപ്പം അങ്ങനെ എല്ലാവിധം ബ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇറ്റ്സ് നൈസ്. പിന്നെ പരന്ന് കിടക്കാണ് ഒരുപാട് കാണാൻ. അതെ, ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിക്ടോറിയ സീക്രട്ടിലാണ് നമ്മളിവിടെ കയറാൻ പറ്റില്ല. നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട്, പാറ്റ, അലക്സി, ചിത്ര. ദുബായിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഷെർലി UK നമ്മൾ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. അപ്പൊ നമുക്ക് അഫോർഡബിൾ ആണ്. ഓക്കെ, അവിടെ മൂഡ് പോയി. എനിക്ക് പിന്നെ അങ്ങനെ എടുക്കണ്ട. ഞാൻ മേടിക്കാം. ഇതിന്റെ പ്ലാനാണോ? ഇത് ഉണ്ടാക്കിയ ആൾക്കാർ എന്റെ പ്ലാൻ അറിയില്ല. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടും ഇതേപോലെ പരന്ന് കിടക്കുന്നുണ്ട്. ആതിര ലീഡേഴ്സ്. സോ ഇവിടെ ലേക്ക് വ്യൂ മിൽക്ക് ബാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. കേക്ക് ട്രൈ ചെയ്യാൻ ഞാൻ ഒരു തവണ ട്രൈ ചെയ്തു. കുഴപ്പമില്ല, കുറച്ച് കോസ്റ്റ്ലി ഒന്നുമല്ല. ഇവിടുത്തെ ഒരു ആവറേജ് റേറ്റ് ഒരു 300 ആ റേഞ്ചാണ്. അവിടെ ചെന്ന് നമുക്ക് നോക്കാം. ഇവള് ട്രൈ ചെയ്തിട്ടില്ല, അപ്പം അങ്ങോട്ട് പോവാം. ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ. KFC, ഡൊമിനോസും പിന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വാങ്ങിക്കാൻ പോണില്ല. ഇങ്ങനെ എല്ലാവിധ ഇതാണ് ലേക്ക് വ്യൂ മിൽക്ക് ബാറിലെ ഫ്രഷ് മിൽക്ക് കേക്ക്. ആൻഡ് ഇതെന്താ പീച്ച് ദിനേശ് അങ്ങനെ എന്തൊരു സാധനം. അതാണ് ഇത്. പീച്ച് ഫ്ലേവറാണ്. ക്രസൻ്റെ മുകളിൽ ചീസ് പീച്ച്. ഓക്കെ, ട്രൈ ചെയ്ത് ആദ്യം ട്രൈ ചെയ്തു. സ്പൂൺ കേട്ടോ.
സൂപ്പറാ. ഓക്കെ, ഇഷ്ടപ്പെട്ടു ഗൈസ്. മധുരം ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ അവൾക്ക് മതിയായിരുന്നു. എനിക്ക് തന്ന പണി ഞാൻ വൃത്തിക്ക് തീർത്തു ഗൈസ്. ഞാൻ അത് എന്താ ഞാൻ അത് വൃത്തിക്ക് തീർത്തു. എന്നെ കണ്ടോ കാലി. അവളുടെ അവിടെ ഇരിക്കുക. എന്ത് വാങ്ങിച്ചോളൂ. നല്ലൊരു കടയ്ക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോയാൽ എനിക്ക് മതി, എൻ്റെ വയറ് ഫില്ലായി, എൻ്റെ ഇത് മതി. ഒരു റോള് വാങ്ങിച്ചെടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ എടുത്തിട്ടാണ് തീർത്തത്. നല്ല ഭംഗിയുണ്ട് നിന്നിട്ട് കാണാൻ. വേസ്റ്റ് പാബി പുറത്തുനിന്ന് വേറെ ഫോട്ടോ എടുക്കാവാ. Guys, how is my wing? ചൂടില്ല. ഭർത്താവ് വിളിച്ചിട്ടായിരിക്കും. മലയാളിയാണെങ്കിൽ അടി കിട്ടും. അല്ല, കന്നഡ പറയണേക്കാളേ. എടി ഇങ്ങനെ നിന്നിട്ട് ഞാൻ കേറിട്ട് ഇങ്ങനെ ബാക്കി ഞാൻ സാരിയിൽ കാണിച്ചു തരും. എൻ്റെ വിണ്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എൻ്റെ ഫോൺ എടുക്കടി. അല്ല, വാ. വീഡിയോ ആയിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഇത് പരിപാടി കഴിഞ്ഞു. നമ്മളിന്ന് തിരിച്ച് പോകണം. നാളെ വേറൊരു അത് വേണ്ട, എനിക്ക് അങ്ങനെ പറയാറില്ല. നാളെ വേറൊരു കാണാം, വേറെ വീഡിയോ ആയിട്ട് വരും. ബൈ ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. നിന്റെ ഔട്ട്ഫിറ്റ് ഇവൾക്ക് സ്കേർട്ടായിട്ടും ഇടാം ഗൈസ്. ലുക്ക് അറ്റ് എ ക്യൂട്ട് പോണി. അതിനെ